ദിവസം പ്രത്യേകമായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്ന ഞായറാഴ്ച എന്ന് പറയുന്നത് കർത്താവിന്റെ വളർത്തപ്പനായ യോസേഫിനുണ്ടായ വെളിപാടിന്റെ ഞായറാഴ്ചയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ എവങ്കേലിയൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 25 വരെയുള്ള വാക്യം വരെയാണ് നാം ഇന്ന് വായിച്ചത്. മരപ്പണിക്കാരനായ യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകമറിയാം പരിശുദ്ധാത്മാവിൽ ഗർഭവതിയായി തീർന്നു. അങ്ങനെ ഗർഭവതിയായ മറിയമിനെ ഗൂഢമായി ഉപേക്ഷിക്കുവാനായിട്ട് മനസ്സിൽ ചിന്തിച്ച് കഴിയുന്ന യൗസേപ്പിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തുന്ന ചില സത്യങ്ങളും യൗസേപ്പിന്റെ പ്രതികരണവുമാണ് ഇന്നത്തെ വേദഭാഗത്ത് മുഖ്യമായി നിഴലിച്ചു നിൽക്കുന്നത്. യൗസേപ്പിനെ കുറിച്ച് അല്പം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. യൗസേപ്പ് എന്ന വാക്കിന്റെ അർത്ഥം, ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ വർദ്ധിപ്പിക്കട്ടെ എന്നാണ്. ഏതൊരു മനുഷ്യനും അവന്റെ ജീവിത സ്വപ്നമാണ് ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ എന്തെങ്കിലും കരട് വന്നു ഭവിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതകാലം മുഴുവനും ദുഃഖപൂർണമായിരിക്കും. ഈ ഒരു അനുഭവത്തിലാണ് യൗസേപ്പ് പിതാവ് ഇവിടെ നിൽക്കുന്നത്. യൗസേപ്പിന് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട സ്ത്രീ യൗസേപ്പ് അറിയാതെ ഗർഭവതിയായി എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ 19-ാമത്തെ വാക്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ യൗസേപ്പ് നീതിമാനായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. യൗസേപ്പ് നീതിമാനായിരുന്നതുകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ, പരസ്യമായി ഉപേക്ഷിക്കാനല്ല, രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ടാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പാകെ ഈ സ്ത്രീയെ പരിഹാസമാത്രമാക്കരുത് എന്ന് ചിന്തിച്ച് ഗൂഢമായി ഉപേക്ഷിക്കുവാനായിട്ടാണ് യൗസേപ്പ് തീരുമാനം. അപ്പോ യൗസേപ്പിന്റെ നീതിയാണ്, നീതിബോധമാണ് നമുക്കിവിടെ ചിന്തിക്കുവാനായിട്ട്. പരിശുദ്ധാത്മാവ് യൗസേപ്പിന് നൽകിയ ആദ്യത്തെ വിശേഷണമാണ് നീതിമാൻ എന്നുള്ള പദം. നീതിമാനായ ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തെ കാത്തു പരിപാലിക്കുവാൻ, കാത്തു സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വേദപുസ്തകം നമ്മൾ ആദ്യോടൊത്ത് നോക്കിയാൽ ഒത്തിരി നീതിമാന്മാരെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹാഗേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാഗേൽ പറയുന്നുണ്ട്, ഹാഗേൽ നീതിമാനായിരുന്നു. അവന്റെ വഴിപാട് ദൈവം സ്വീകരിച്ചു, അവന്റെ വിശ്വാസത്തിന് സാക്ഷ്യം കൽപ്പിച്ചു എന്ന് 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. നീതിമാനായിരുന്നു ഹാഗേൽ എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് ആദിമ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന നോഹയെ കുറിച്ച്. അക്കാലത്ത് ജീവിച്ചിരുന്നവരിൽ വെച്ച് വ്യത്യസ്തരായ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു നീതിമാനായ നോഹ. അപ്പോ ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ദൈവികമായ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എക്കാലവും നീതിമാന്മാരെ വിളിച്ചിരുന്നു. വേദപുസ്തകത്തിലെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഹോവ തന്നെ നീതിമാൻ എന്നാണ് പറയുന്നത്. 1-ാമത്തെ സങ്കീർത്തനം 7-ാം വാക്യത്തിൽ യഹോവ നീതിമാൻ, നീതിയെ ഇഷ്ടപ്പെടുന്നു. ദൈവം നീതിയെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ, അനീതിയെ ഇഷ്ടപ്പെടുന്നില്ല. വീണ്ടും 112-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ ഒരു നാളും കുലുങ്ങിപ്പോയില്ല, നീതിമാനിലേക്ക് ഓർമ്മയിലിരിക്കും. നീതിമാനിലേക്ക് ഓർമ്മയിലിരിക്കും, അവനൊരു നാൾ കുലുങ്ങിപ്പോകയില്ല.
ചെറിയൊരു കുലുക്കത്തിന്റെ അനുഭവമാണ്. ദൈവം അവിടെ ഇടപെട്ടു. നീതിമാൻ കുലുക്കുവാൻ ദൈവം അവസരം കൊടുത്തില്ല, അനുവദിക്കുക. അതുകൊണ്ട് നീതിമാൻ എന്നേക്കും ഉയർന്നു നിൽക്കും. സദൃശവാക്യങ്ങളിൽ പ്രോവബ്സിൽ 11:28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ച ഇല പോലെ തഴയ്ക്കുന്നു. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവരെല്ലാം അവൻ താഴ്ന്നു. സമ്പത്തല്ല വലുത്, ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ എന്നേക്കും പച്ച ഇല പോലെ തഴയ്ക്കുമെന്നാണ് പറയുന്നത്. യൗസേപ്പ് പച്ച ഇല പോലെ തഴയ്ക്കുവാനായിട്ട് പോവുകയാണ്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനായി ജീവിച്ചു. പരിശുദ്ധാത്മാവ് അവന് കൊടുത്ത വിശേഷണമാണ് നീതിമാൻ. ഇതാണ് അവിടെ യൗസേപ്പിനെ കുറിച്ച് ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എ മാൻ ഓഫ് ജസ്റ്റിസ്, നീതിമാനായ മനുഷ്യൻ. രണ്ടാമതായിട്ട് നമുക്ക് ഈ മനുഷ്യനിൽ കാണുവാൻ സാധിക്കുന്നത് എ മാൻ ഓഫ് ഒബീഡിയൻസ്. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യൗസേപ്പ്. യൗസേപ്പിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് വെറും ഒരു സ്വപ്നമായിട്ട് തള്ളിക്കളയാതെ അത് തന്നോട് അരുളിച്ചതാണെന്ന് ബോധ്യമായി യൗസേപ്പ്. കാരണം അത്രമാത്രം അനുസരണമുള്ളവരായിരുന്നു യൗസേപ്പ്. ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു യൗസേപ്പ്. അതുകൊണ്ടാണ് ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് അനുസരിച്ച് തന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊണ്ട് പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 12:1-5 വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ എന്നോട് പറയുന്നു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും കുടുംബത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ വർദ്ധിപ്പിച്ച് വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പുറകോട്ട് നോക്കാതെ ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് അവൻ പോയി. ഇതാണ് ഗോത്രപിതാവായ അബ്രഹാമിന്റെ പുറപ്പാട്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-19 വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിൽ ഇരയായിരിക്കും. നിങ്ങൾ കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നില്ല എങ്കിൽ നിന്റെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യൗസേപ്പ് പിതാവ് ദൈവത്തെ അനുസരിച്ചു, ദൈവത്തെ മാനിച്ചു. He was the man of obedience. അനുസരണമുള്ള ഒരു മനുഷ്യനായിരുന്നു യൗസേപ്പ്. ഇതാണ് രണ്ടാമതായി ഈ യൗസേപ്പിൽ കാണുന്ന ഒരു കാര്യം. മൂന്നാമതായിട്ട് യൗസേപ്പിൽ കാണുന്നത് a man of separation. ഒരു വേർപാട് എല്ലാ മനുഷ്യനും ആവശ്യമാണ്. ജീവിതത്തിൽ ഒരു വേർപാട് ആവശ്യമാണ്. ദൈവത്തോട് അടുക്കുമ്പോൾ ലോകത്തോട് വേർപാട് നമുക്ക് ആവശ്യമാണ്. ഒരു സെപ്പറേഷൻ നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൽ. ഈ അമേരിക്കയിൽ നാം പാർക്കുന്നതെങ്കിലും നാം ദൈവത്തിന്റെ വിളിക്കപ്പെട്ട ജനമാണ്. നമുക്ക് സെപ്പറേഷൻ ആവശ്യമാണ്. ഈ അമേരിക്കയിലെ എല്ലാ ജീവിതത്തോടും അനുരൂപപ്പെടുവാൻ നമുക്ക് സാധിക്കില്ല. നാം ദൈവത്തിന്റെ വിളിക്കപ്പെട്ട മക്കളാണ്, വിളിക്കപ്പെട്ട ജനമാണ്. അതുകൊണ്ട് സെപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വരുന്ന നമ്മുടെ ജീവിതം ഈ ലോകത്തോടൊരു സെപ്പറേഷൻ, ഒരു വേർതിരിവ് ആവശ്യമാണ്. യൗസേപ്പ് പിതാവ് അങ്ങനെ ദൈവത്തോട് അടുത്ത മനുഷ്യൻ ലോകത്തോട് ഒരു സെപ്പറേഷൻ ഉള്ള വ്യക്തിയായി, ഒരു വേർതിരിവ്
വഹിക്കുവാൻ, ലോകത്തിന്റെ രക്ഷകനെ സംരക്ഷിക്കുവാനുള്ള ഭാഗ്യം യോസേഫിന് ലഭിച്ചു. നാലാമതായിട്ട് ഈ ഭാഗത്ത് യോസേഫിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സകലശക്തിയുള്ള മനുഷ്യനായിരുന്നു യോസേഫ്. കർത്താവിന്റെ ജനനത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുവാനുള്ള ശാന്തനായ ഒരു ത്യാഗിയായിരുന്നു യോസേഫ്. ദീർഘകാലം നിലനിൽക്കുന്ന സകലശക്തിയുടെ ഉടമയായിരുന്നു യോസേഫ്. ആ സകലശക്തിയുടെയും സാധ്യതയുടെയും ഫലം നമുക്ക് ആ ചരിത്രത്തിൽ നോക്കുമ്പോഴും മനസ്സിലാകും. കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ജനനത്തിന് വേണ്ടി, കർത്താവിനെ ഈ ലോകത്തിൽ പ്രതിഷ്ഠിക്കുവാൻ, കർത്താവിനെയും കൊണ്ട് തന്റെ ഭാര്യയായ മറിയയെയും കൊണ്ട് ഇസ്രായേലിലേക്കുള്ള ഓടിപ്പോക്ക്, അവിടെ നിന്നും തിരികെ ഉള്ള വരവ്, ആ നസറേത്തുകാരൻ ഒളിക്കൊണ്ടുപോകാൻ ഇടയായത് ഒക്കെ അവിടെയെല്ലാം എന്തുമാത്രം സഹനത അനുഭവിച്ചു എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പോ വളരെ കാലം ത്യാഗം സഹിച്ച, സഹനം സഹിച്ച ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. നമ്മുടെ ജീവിതത്തിലോ ഒരു അല്പനേരമെങ്കിലും സഹനം നമുക്കുണ്ടോ? സഹനശക്തി നമുക്കുണ്ടോ? എല്ലാം റെഡിമെയ്ഡായിട്ട് നമ്മുടെ ജീവിതം പോകണം. ഇതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദൈവത്തോടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു സെപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന സകലശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നാലാമതായിട്ട് കാണാൻ സാധിക്കും. അഞ്ചാമതായിട്ട് യോസേഫ് പിതാവിനെ കുറിച്ച് മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു യോസേഫ്. പ്രാർത്ഥിക്കുന്ന ഒരുവന് മാത്രമേ തന്റെ മകന് നല്ല മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കൂ. യോസേഫ് പിതാവ് തന്റെ മകന് നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ തക്കമുള്ള പ്രാർത്ഥനയുള്ള ജീവിതം നയിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് കഴിയുക. പ്രാർത്ഥനാ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും കുടുംബ ജീവിതത്തിൽ നല്ലോണം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ മക്കൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. ഈ ലോകത്തിലെ മായാമുഖങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോവുകയില്ല. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾ പോവുകയില്ല. അവർ ദൈവത്തിന്റെ മക്കളായി ജീവിക്കും. മാതാപിതാക്കൾ ശരിക്കും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. മക്കളെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. അവർ ദൈവത്തിന്റെ വകയാണെങ്കിൽ ദൈവം നിയന്ത്രിച്ചുകൊള്ളും, ദൈവം നയിച്ചുകൊള്ളും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കും. 34 സങ്കീർത്തനത്തിന്റെ 17 വാക്യത്തിൽ നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല ഘട്ടങ്ങളിൽ അവനെ വിടുവിച്ചു. നീതിമാൻ നിലവിളിച്ചു, യോസേഫ് നിലവിളിച്ചു, ദൈവമേ ഞാനൊന്നും പറഞ്ഞില്ല, എന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറയുന്നു, ഞാനൊന്നും പറഞ്ഞില്ല. അവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവനെ സകല ഘട്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തോട് നിങ്ങൾ നിലവിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകല ഘട്ടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. സദൃശവാക്യത്തിൽ 15-29 വായിക്കുന്നു, യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുക, നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫലമില്ല എന്ന് പറയുന്നത്, പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട്, ദൈവം കേൾക്കും, അതിന് മറുപടി ലഭിക്കും. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ അവന് ചെയ്ത പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരെ നോക്കിക്കൊണ്ടിരിക്കുക, കർത്താവിന്റെ ചെവി നീതിമാന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അലസത പാടില്ല. യോസേഫ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ദൈവം യോസേഫിനെ ലോകരക്ഷകനെ സംരക്ഷിക്കുവാനുള്ള പദവി കൊടുത്തത്. ആറാമതായിട്ട് ഒരു കാര്യം പറഞ്ഞ
വിശുദ്ധ മത്തായി 5-ാം വായിക്കും. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. യൗസേപ്പിതാവ് ഹൃദയശുദ്ധിയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ കാണുവാൻ, ദൈവത്തെ സംരക്ഷിക്കുവാൻ ഇടയായത്. കർത്താവിന്റെ നീതിമാന്മാരുടെ പേര് അവരുടെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. നീതിമാൻ പരിശുദ്ധനാണ്. ആ പരിശുദ്ധന് മാത്രമേ മറ്റൊരു പരിശുദ്ധനെ സംരക്ഷിക്കുവാൻ സാധിക്കൂ. ലോകത്തിന്റെ രക്ഷകനായ പരിശുദ്ധനായ കർത്താവിനെ സംരക്ഷിക്കുവാൻ പരിശുദ്ധനായ യൗസേപ്പിന് മാത്രമേ സാധിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധനായ ഒരു വ്യക്തിയായിരുന്നു യൗസേപ്പ്. പ്രാർത്ഥന ജീവിതമുള്ള ഒരു വ്യക്തിയായിരുന്നു യൗസേപ്പ്. ജീവിതത്തിൽ ത്യാഗം അനുഭവിക്കുവാൻ സന്നദ്ധനായ ഒരു വ്യക്തിയായിരുന്നു യൗസേപ്പ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരു വേർതിരിവ് ആവശ്യമാണ്. ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും നാം സ്വർഗീയരാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തോട് സെപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അതുപോലെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അതുപോലെ നീതി ന്യായം എന്താണെന്ന് തിരിച്ചറിയുക, അനീതി നീതി എന്താണെന്ന് വേർതിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ, അങ്ങനെ കർത്താവിന്റെ ജന്മത്തിനാളിൽ സംബന്ധിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇവരെ സഹായിക്കുന്ന പ്രാർത്ഥന